കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, ഇഗ്നോ ഫോക്കസ് 5.0യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ. ഫോർ ദ സെഷൻ UG ഇലക്റ്റീവ് ആയിട്ടുള്ള BG DG 172 ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ ഈ ഒരു പേപ്പർ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലെ ഇൻഡെപ്ത് അനാലിസിസും അതോടൊപ്പം തന്നെ ഒരു പ്രെഡിക്റ്റീവ് ഗൈഡ് ലൈൻസ് കൂടെയാണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ 2025 TE പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹോൾ സെഷന്റെ എയിം. സോ അതിനു വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസിലെ കോർ പോയിന്റ്സും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ അനാലിസിസും നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സാം ഓറിയന്റഡ് ഫോർമാറ്റിലോട്ടേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല എക്സാമിനറുടെ എക്സ്പെക്ടേഷൻസ് എങ്ങനെ മീറ്റ് ചെയ്യണം എന്നതുകൂടെ നമ്മൾ നമ്മുടെ ലേണേഴ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മൾ സിലബസ് മാപ്പിംഗ്, ഓരോ യൂണിറ്റ് നമ്മൾ ഓരോ സിലബസിലും ബ്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഓരോ ബ്ലോക്ക് വൈസിനെയും യൂണിറ്റ് ആക്കിയിട്ടും ആ യൂണിറ്റിലുള്ള കീ തീംസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മോർ വെയിറ്റേജ് ഉള്ള തീംസ് നമ്മൾ ഇവിടെയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, കൺസെപ്റ്റൽ എക്സ്പ്ലനേഷൻസ്, ക്രിട്ടിക്കൽ ഡിസ്കഷൻസ്, ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഹോൾ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന സം കോർ പോയിന്റ്സ് ഉണ്ട്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: ജെൻഡർ ബേസ്ഡ് വയലൻസ്, മെസ്കുലിനിറ്റീസ്, ഫാമിലി, മീഡിയ, ലാംഗ്വേജ്. ഇതിന്റെയൊക്കെ ബ്രീഫ് എക്സാമിൻസ് ആംഗിൾ നമ്മൾ ഇതിലൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. ഓൾസോ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. ഓക്കെ, ഈ ഒരു ഇഗ്നോ ഫോക്കസ് 5.0യുടെ മെയിൻ ഫീച്ചർ ആണത്. നമ്മളുടെ TEE 25 എക്സാമിന് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഹൈലി പ്രോബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫീച്ചർ, മോസ്റ്റ് അട്രാക്റ്റീവ് ഫീച്ചർ ഓഫ് ദിസ് എൻറ്റയർ സെഷൻ എന്ന് പറയുന്നത് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഒരു ഫുൾ ലെങ്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇഗ്നോയുടെ എക്സാക്ട് ക്വസ്റ്റ്യൻ സ്ട്രക്ചറിനെ മിറർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ സെഷൻ ഇഗ്നോ ഫോക്കസ് 5.0. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെത്തഡോളജി എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് കറന്റ് സിലബസും അതുപോലെ കോർ പോയിന്റ്സും കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സെഷൻസ് വെച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയും അതുപോലെ കോർ തീമും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലേണേഴ്സ് നന്നായിട്ട് പഠിക്കുക, സ്മാർട്ടായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു പർപ്പസ്ഫുള്ളി പ്രാക്ടീസ് ചെയ്യണം. നമുക്കൊരു പർപ്പസ് ഉണ്ട്, TE എക്സാം മാക്സിമം സ്കോറോടുകൂടി പാസ്സാവുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഗൈഡ് മെറ്റീരിയൽസും നന്നായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് ഒന്ന് നോക്കാം. സോ ഇതിൽ നമ്മൾ ഹൈ റിലവൻസ് ഉള്ള ടോപ്പിക്സ് ഒരു 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്രോസ് പാസ്റ്റ് TEE പേപ്പേഴ്സ്. അപ്പൊ നമ്മൾ അത് ഈ ഒരു സെഷനിൽ അങ്ങനെ തന്നെ ഹൈ റിലവൻസ് ഉള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ കോർ തീംസ് ഏതാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് മീഡിയം റിലവൻസ് ഒരു 5 to 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ അതൊരു മീഡിയം റിലവൻസ് ആണ് ഉള്ളത്. ലോ റിലവൻസ് 5നെക്കാട്ടിലും കുറവ് അപ്പിയറൻസ് ഉള്ളതാണ്. ഓക്കെ, അതിന് നമ്മൾ ലോ റിലവൻസ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ടോട്ടൽ ക്വസ്റ്റ്യൻസ് പാർ ബ്ലോക്ക് ഒരു ബാർ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു എൻ്റെ പേപ്പറിൽ 6 ബ്ലോക്സ് ആണുള്ളത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ്. കണ്ടാൽ മനസ്സിലാവും ഒരു 20% എബവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കോർ തീംസ് ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തപ്പോൾ കണ്ടു. സോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 5
ബ്ലോക്ക് 1 ശേഷം ബ്ലോക്ക് 5 കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇറ്റ് ഫോളോസ് ബ്ലോക്ക് 6, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 2. ഓക്കെ, സോ ബ്ലോക്ക് 5ഉം ബ്ലോക്ക് 1ഉം ആണ് എക്സാം ലാൻഡ്സ്കേപ്പിൽ ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഒരു ഹീറ്റ് മാപ്പ് സമ്മറി എടുക്കുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും, അതിന്റെ ഒരു ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. 0 to 10 നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 10 എന്ന് പറയുമ്പോൾ ഇത് ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത് അതിലുള്ള കോർ തീംസും പോയിന്റ്സും ഒത്തിരി തവണ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സോ ബ്ലോക്ക് 1 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 5 ആണ്. അതിലെ യൂണിറ്റ് 11 മച്ച് മോർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ റെലവെന്റ് ആണ്, ബട്ട് 5 കുറച്ചും കൂടെ റെലവെന്റ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ബ്ലോക്ക് 2 പോവുകയാണെങ്കിൽ ബ്ലോക്ക് 1-നെക്കാട്ടിലും റെലവൻസ് കുറഞ്ഞതാണ് ബ്ലോക്ക് 2ഉം ആസ് വെൽ ബ്ലോക്ക് 3ഉം. ബട്ട് ബ്ലോക്ക് 5 വരുമ്പം അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ, ഒരു യെല്ലോയിഷ് ടോണിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിനൊരു ഹൈ റിലവൻസ് ഉണ്ട്. ഇനി നമ്മൾ കോംപ്രിഹെൻസീവ് സിലബസ് ടൈം ടേബിൾ ആണ് നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെക്സ് ആൻഡ് ജെൻഡർ, ജെൻഡർ റോൾ, സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് പാട്രിയാർക്കി ഒരു 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഒരു മീഡിയം റെലവൻസ് ആണ് ഈ ഒരു യൂണിറ്റിനുള്ളത്. സെക്കൻഡ് യൂണിറ്റ് സെക്ഷുവാലിറ്റി, സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് സെക്ഷുവാലിറ്റി, സെക്ഷൽ ഹൈറാർക്കീസ് ഒരു 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോ റെലവൻസ് ആണ് ഈ ഒരു യൂണിറ്റിനുള്ളത്. തേർഡ് യൂണിറ്റ് മെസ്കുലിനിറ്റീസ്, ഫോംസ് ഓഫ് മെസ്കുലിനിറ്റി, മെസ്കുലിനിറ്റി ആൻഡ് വയലൻസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ മീഡിയം റെലവൻസ് ആണ്. യൂണിറ്റ് 4 സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ, ജെൻഡർ സോഷ്യലൈസേഷൻ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. യൂണിറ്റ് 5 ഫാമിലി, മാരേജ് ഫോംസ് ആൻഡ് ഫെമിനിസ്റ്റ് സ്റ്റഡീസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 6 മദർഹുഡ്, റൂറൽ മൈഗ്രന്റ് മദേഴ്സ്, സെറോഗസി 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റെലവൻസ് ആണുള്ളത്. തേർഡ് ബ്ലോക്ക് 7th യൂണിറ്റ് വർക്ക് ഡിസ്കോഴ്സസ്, ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ പാർട്ടിസിപ്പേഷൻ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 8 എന്യൂമറേഷൻ ഓഫ് വിമൻസ് വർക്ക്, ഗ്ലോബലൈസേഷൻ, ഡബിൾ ബർഡൻ ആൻഡ് ഡീസന്റ് വർക്ക് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണുള്ളത്. ഫിഫ്ത് ബ്ലോക്ക് 11th യൂണിറ്റ് ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഫോംസ്, കാറ്റഗറീസ്, ആസിഡ് അറ്റാക്സ് 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവൻസ് ഉള്ളതാണ്. ഓക്കെ, യൂണിറ്റ് 12 സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, കോഴ്സസ്, ലോ 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണുള്ളത്. സിക്സ്ത് ബ്ലോക്ക് 13th യൂണിറ്റ് ജെൻഡേർഡ് ലാംഗ്വേജ് ആൻഡ് ലാംഗ്വേജ് ഡിഫറൻസസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ മീഡിയം റെലവൻസ് ആണ്. ഇവിടെ നമ്മൾ യൂണിറ്റ് 11 നോക്കുമ്പോൾ അറിയാൻ പറ്റും 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണത്. ഓക്കെ, യൂണിറ്റ് 14 മീഡിയ, റെപ്രസെന്റേഷൻ ഓഫ് വിമൻ, അഡ്വർടൈസ്മെന്റ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. ഓക്കെ, റീഡിംഗ് ലാസ്റ്റ് യൂണിറ്റ് റീഡിംഗ് ആൻഡ് വിഷ്വലൈസിംഗ് ജെൻഡർ റെപ്രസെന്റേഷൻ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണുള്ളത്. ഇനി നമ്മൾ ഹൈ ഈൽഡ് ടോപ്പിക്സ്. ഓക്കെ, ഏതൊക്കെയാണ് ഹൈ ഈൽഡ് കോർ തീംസ്? ഫസ്റ്റ് ടോപ്പിക് ജെൻഡർ ബേസ്ഡ് വയലൻസ്. ബ്ലോക്ക് 5 യൂണിറ്റ് 11 നമ്മൾ നേരത്തെ പറഞ്ഞു 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈലി റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ചോദിക്കുന്നത്? എല്ലാ എക്സാം സൈക്കിളിലും നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു പ്രെഡിക്റ്റബിൾ ഏരിയ തന്നെയാണ്. ഹൈലി അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോംസ് അവർ ചോദിക്കും. കേസ് ബേസ്ഡ് അപ്ലിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് സെക്സ്, ജെൻഡർ, മെസ്കുലിനിറ്റീസ് ആൻഡ് ജെൻഡർ റോൾസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 3. ഓക്കെ, ഫൗണ്ടേഷണൽ തിയറി ഫോംസും അതുപോലെ കൺസെപ്ച്വൽ ക്ലാരിറ്റീസും ഒക്കെയാണ് ഇതിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്നത്. തേർഡ് ടോപ്പിക് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. ബ്ലോക്ക് 5 യൂണിറ്റ് 12. ഓക്കെ, മീഡിയം ടു ഒരു ലോ ഫ്രീക്വൻസി ലെവലിലാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പാട്രിയാർക്കൽ നോംസും ഇതിൽ സെക്ഷൽ ഹരാസ്മെന്റ് ലിങ്ക് ചെയ്തിട്ടുള്ള ലോസും അതുപോലെ വർക്ക് പ്ലേസ് സ്ട്രക്ചറും ഒക്കെയാണ് ഇതിനകത്ത് കോർ തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് ആണ് ലോങ് എസ്സേസ് എന്ന് പറയുന്നത്. ഇതിൽ അനലിറ്റിക്കോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ കോർ തിയററ്റിക്കൽ ആയിട്ടുള്ള അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ഓക്കെ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ലോങ് എസ്സേയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ടിപ്പിക്കൽ മാർക്സ് എന്ന് പറയുന്നത് 15 മാർക്സ് ആണ്.
വേർഡ് കൗണ്ട് ഒരു 450 to 500 വേർഡ്സിൽ നമ്മൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് മീഡിയം എസ്സേസ്. ഇതിലും കൺസെപ്റ്റൽ എക്സ്പ്ലനേഷനും കമ്പാരറ്റീവ് ഡിസ്കഷനും ഒക്കെ തന്നെയാണ്. ടിപ്പിക്കൽ മാർക്സ് ഒരു 10 മാർക്സോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 250 to 300 വേർഡ്സ് ആണ് എക്സ്പെക്റ്റഡ് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഷോർട്ട് നോട്ട്സ്. ഓക്കെ, ഡെഫിനിഷൻ ബേസ്ഡ് ആയിരിക്കും. ആ കോർ തീമിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇവിടെ മോർ ഫോക്കസ് ചെയ്യുന്നത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 120 to 150 വരെ വേർഡ് കൗണ്ട് വേണം. നെക്സ്റ്റ് കേസ് ബേസ്ഡ് അപ്ലിക്കേഷൻ ആണ്. അതൊരു റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ലൈക്ക് റിയൽ ലൈഫ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 15 മാർക്സ് ആണ്. ഇവിടുത്തെ ഒരു യൂഷ്വൽ വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ 300 to 400 വേർഡ്സ് ആണ്. നെക്സ്റ്റ് ലിസ്റ്റ് ഓർ എന്യൂമറേറ്റ് ടൈപ്പ്. ഓക്കെ, സ്ട്രൈറ്റ് ഫോർവേഡ് ഫാക്ച്വൽ ലിസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, സോ ഇത് കുറച്ചും കൂടെ റെയർ ആണ്. 5 to 10 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. 100 to 150 വേർഡ് കൗണ്ട് ഉണ്ട്. നെക്സ്റ്റ് MCQs ഈ ഒരു ഹോൾ പേപ്പറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, നോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഇതുവരെ ചോദിച്ചിട്ടില്ല, അപ്പൊ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. എസ്സേ ടൈപ്പ് ഷോർട്ട് നോട്ട് ആയിട്ടാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഇനി ഫോർ മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ് ഉണ്ട്, ഐ മീൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ഓക്കെ, ഫസ്റ്റ് ഫോർമാറ്റ് ആണ് ലോങ് എസ്സേസ്. 15 മാർക്കിനാണ് സാധാരണഗതിയിൽ ചോദിച്ചു വരാറ്. മോസ്റ്റ് ഫ്രീക്വന്റ് ആണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിൽ നമ്മൾ എഴുതേണ്ടി വരുന്നത്? തിയററ്റിക്കൽ ക്ലാരിറ്റി, അതുപോലെ തന്നെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി, പിന്നെ എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള കോർ പോയിന്റ്സ് കാണും. അപ്പം അതിന്റെയൊക്കെ ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 450 to 500 വേർഡ്സ് കൗണ്ട് ആണ്. സോ ഇത് ടിപ്പിക്കലി അക്കൗണ്ട് ഫോർ 40 to 55% ഓഫ് പേപ്പർ വൈറ്റ്. സോ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് ലോങ് എസ്സേ എന്ന് പറയുന്നത്. 15 മാർക്സ് ആണ് ടോട്ടൽ. നെക്സ്റ്റ് മീഡിയം എസ്സേസ് ആണ്. 10 മാർക്സ് ആയിരിക്കും. ഒരു മിഡ് സൈസ്ഡ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ വരുന്നത്. ഇതിൽ ഐഡിയാസും അതിന്റെ ഡെഫിനിഷൻസും എക്സാമ്പിൾസും എക്സ്പ്ലനേഷനും ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു 250 to 300 വേർഡ്സ് കൗണ്ടിലായിരിക്കണം ഇതിന് ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. സോ ഹോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു 25 to 30% വെയിറ്റേജ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. 5 മാർക്കിന് ചോദിക്കുന്നതാണ്. കമ്പാരിറ്റീവ്ലി 14 to 60% ഓഫ് വെയിറ്റേജ് ഉണ്ട്. പിന്നെ 120 to 150 വേർഡ് കൗണ്ടിലായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ ഫോർത്ത് ഫോർമാറ്റ് ആണ് കേസ് ബേസ്ഡ് അപ്ലൈഡ് ക്വസ്റ്റ്യൻസ്. 10 to 15 മാർക്സ് ആണ്. 2022 തൊട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഹെറാസ്മെന്റ്, വർക്ക് പ്ലേസ് ബയസ്, മീഡിയ. സോ ഇങ്ങനത്തെ ടൈപ്പില് ഇങ്ങനത്തെ കോർ കോൺസെപ്റ്റിലുള്ള കേസ് സ്റ്റഡീസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, സോ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 5% ആണ്. 2025 ആകുമ്പോഴേക്കും അതൊരു 14%ലേക്ക് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. സോ എന്തായാലും ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഡിസംബറിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ജെൻഡർ കോൺസെപ്റ്റ്. ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ, സോ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 22% തന്നെയാണ്. ഈ ബ്ലോക്ക് 2 ഫാമിലി ആൻഡ് മാരേജ് 12 ആണ് ആവറേജ് സ്കോർ. 12% ആണ് ടോട്ടൽ ഷെയർ ഓഫ് ദ സ്കോർ. ഓക്കെ, ബ്ലോക്ക് 3 വർക്ക് ഓൺ ലേബർ 14% ആണ്. ഷെയർ വരുന്നത് 40% തന്നെയാണ്. ഓക്കെ, ബ്ലോക്ക് 5 ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ലോ 32 ആണ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. ടോട്ടൽ ഷെയർ എന്ന് പറയുമ്പോൾ 32% ആണ്. ബ്ലോക്ക് 6 മീഡിയ, ലാംഗ്വേജ് ആൻഡ് റെപ്രസെന്റേഷൻ 20 മാർക്കാണ് ആവറേജ്. 20% ആണ് ആവറേജ് ഷെയർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ബ്ലോക്ക് 1, 5 and 6 ആണ് ഈ ഒരു എന്റെ പേപ്പറിൽ കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, 74% വെയിറ്റേജ് ഉണ്ട് ഈ ഒരു 3 ബ്ലോക്കിന്. ഇനി നമ്മൾ ഇയർലി വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് പറഞ്ഞു. ലോങ് എസ്സേസ്, മീഡിയം എസ്സേ, ഷോർട്ട് നോട്ട്സ് ആൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇതിൽ ഡിഫറെന്റ് കളർ തീമിൽ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കളർ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഓറഞ്ച് കളർ ലോങ് എസ്സേസ് ആണ്, ഗ്രീൻ കളർ ഷോർട്ട് നോട്ട്സ് ആണ്, അതുപോലെ ബ്ലൂ കളർ മീഡിയം എസ്സേസ് ആണ്. ഓക്കെ, സോ അതിന്റെ ഒരു ഹോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2021 കമ്പാരിറ്റീവ്ലി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ബട്ട് 2025 ആകുമ്പോഴേക്കും അതിന്റെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ലോങ് എസ്സേസ് ഓറഞ്ച് കളറിലുള്ളത് 2021 ഹൈ റെലവൻസ് ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. യെറ്റ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ലോങ് എസ്സേ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ മീഡിയം എസ്സേ നോക്കുകയാണെങ്കിൽ 2021 കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പിന്നീട്
ചെറുതായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് 2025 ജൂൺ ആയപ്പോഴേക്കും അതിന്റെ ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു സ്ലൈറ്റ് ഇൻക്രീസ് കാണാൻ പറ്റുന്നുണ്ട്. സോ മീഡിയം എസ്സേസും എന്താണ്, ഹൈലി വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഷോർട്ട് നോട്ട്സും ലൈക്ക് ഡിഫറെന്റ് ലൈക്ക് അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടില്ല 2021 to 2025 വരെ. അതിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, റെലവൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ 3 കീ ട്രെൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ലോങ് എസ്സേസ് സ്റ്റഡിലി ഡിഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഡിഗ്രീസും കാണുന്നുണ്ട്. എന്നാൽ പോലും അത് 40% ഒരു ഹോൾ പേപ്പറിന്റെ ഷെയർ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. കേസ് ബേസ്ഡ് സ്റ്റഡീസ് നമ്മൾ നേരത്തെ ഗ്രാഫിൽ കണ്ടു, ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര കുറവായിരുന്നു. ബട്ട് 2025 ജൂൺ ആയപ്പോഴേക്കും അതിന്റെ ഒരു പെർസെന്റേജ് ഷെയർ 5-ൽ നിന്ന് 40%-ലോട്ടേക്ക് ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. സോ അതിന് അത്രയും റെലവൻസ് ആണ്. ഓക്കെ, ഇനി മീഡിയം ലെങ്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴാണെങ്കിലും അതൊരു കോർ പോയിന്റ്സ് തന്നെയാണ്. അത് 25%-ൽ നിന്നും ഒരു 30%-ലോട്ടേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 3 അവേഴ്സ് കൊണ്ടാണ് ഈ ഒരു എൻ്റെ പേപ്പർ എഴുതി തീർക്കേണ്ടത്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം? നമ്മൾ ലോങ് എസ്സേസ് 40% ആണ് വെയിറ്റേജ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു ആവറേജ് ഒരു 72 മിനിറ്റ്സ് ആണല്ലോ ടോട്ടൽ ഉണ്ടാവുന്നത്. ഓക്കെ, 18 മിനിറ്റ്സ് പെർ 15 മാർക്ക് ആൻസർ. ഓക്കെ, 72 മിനിറ്റ്സ് ടോട്ടൽ കൊടുക്കുക ലോങ് എസ്സേസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഐ റിപ്പീറ്റ്, 72 മിനിറ്റ്സ് ആണ് ടോട്ടൽ. സോ അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 18 മിനിറ്റ്സ്. നെക്സ്റ്റ് മീഡിയം എസ്സേസ് ആണ്, അത് 30% ആണ്. 50 to 54 മിനിറ്റ്സ് ടോട്ടൽ ആണ്. 30 to 40 മിനിറ്റ്സ് പെർ 10 മാർക്ക് ആൻസേഴ്സ്. അങ്ങനെ ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്, 50% ആണ്. 27 മിനിറ്റ്സ്, ഒരു 6 to 7 മിനിറ്റ്സ് ഈച്ച്. ഓക്കെ, കേസ് ബേസ്ഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് 50% ആണ് വെയിറ്റേജ്. 27 മിനിറ്റ്സ് നമ്മൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് പെർ കേസ്. ഓക്കെ, സോ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് കംപ്ലീറ്റ് ഷോർട്ട് നോട്ട് ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ്. ഓക്കെ, സോ ഏതൊക്കെയാണ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കോർ തീംസ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫോംസ് ഇൻ ഇന്ത്യ. 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈലി റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ വിത്ത് എക്സാമ്പിൾ. 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മീഡിയം ലെവൽ റെലവൻസ് ഈ ഒരു കോർ തീമിനുണ്ട്. നെക്സ്റ്റ്, ഡിഫൈൻ മെസ്കുലിനിറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഫോംസ്. 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, ഇല്ലുസ്ട്രേറ്റ് വിത്ത് കേസസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ്. 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ജെൻഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് യൂസ്. 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സിക്സ്ത് വൺ, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ് ഇൻ ഇന്ത്യ. 6 തവണ ഈ ഒരു കോർ തീം അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിസ്കസ് ദ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ മീഡിയ. 6 തവണ ഈ ഒരു കോർ തീമും അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഡബിൾ ബേർഡൻ വിത്ത് എക്സാമ്പിൾ. ഓക്കെ, 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ വിമൻസ് വർക്ക്. 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് 10th, വാട്ട് ഈസ് ജെൻഡർ സോഷ്യലൈസേഷൻ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ഇതും ഒരു 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. ഓക്കെ, അത് ബ്ലോക്ക് 5 യൂണിറ്റ് 11 ഈ ഒരു കോർ തീം വരുന്നത്. 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 14 to 15 ആണ്. നെക്സ്റ്റ്, സെക്സ് വേഴ്സസ് ജെൻഡർ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കോർ തീം ആണത്. 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 to 15 ആവറേജ് സ്കോർ ആണ്. നെക്സ്റ്റ്, മെസ്കുലിനിറ്റീസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 കോർ പോയിന്റ് ആണ്. അപ്പിയറൻസ് 8 ടൈംസ് ആണ്. 10 to 15 സ്കോർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെക്ഷൽ ഹരാസ്മെന്റ് ബ്ലോക്ക് 5 യൂണിറ്റ് 12 കോർ പോയിന്റ് ആണ്. 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 to 15 ആയിരുന്നു ആവറേജ് സ്കോർ എന്ന് പറയുന്നത്.
ലാംഗ്വേജ് ആൻഡ് ജെൻഡർ ബ്ലോക്ക് 6 യൂണിറ്റ് 13 കോർ പോയിന്റ് ആണ്. 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു 10 ആവറേജ് സ്കോർ ഉണ്ടായിരുന്നു. മാരേജ് ഫോംസ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു 10 ആവറേജ് സ്കോർ. വിമൻ ആൻഡ് മീഡിയ ബ്ലോക്ക് 6 യൂണിറ്റ് 14 കോർ പോയിന്റ് ആണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 to 15 ആവറേജ് സ്കോർ ആണ് ഈ ഒരു കോർ തീമിനുള്ളത്. നെക്സ്റ്റ് ഡബിൾ ബേർഡ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 5 to 10 ആവറേജ് സ്കോർ ആണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് വർക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 8 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 10 ആണ്. ജെൻഡർ സോഷ്യലൈസേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 10 ആണ്. ഇനി ഇതിന് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം? ഓക്കെ, ഒരു 5 to 12 റൂൾ ഉണ്ട്. സോ യൂസ് 5 to 12 റൂൾ. ഓക്കെ, ഇതെങ്ങനെയാണ്? നമ്മൾ ആദ്യം 5 മിനിറ്റ് കൊണ്ട് ആൻസറിന് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് റൈറ്റ് ഫുൾ റെസ്പോൺസസ് ഇൻ 12 മിനിറ്റ്സ്. ഓക്കെ, ഇതാണ് 5 to 12 റൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടീസ് ഈച്ച് ഓഫ് ദ ടോപ്പ് 10 അറ്റ്ലീസ്റ്റ് ട്വൈസ്. ഓക്കെ, നമ്മൾ ടൈം വെച്ചിട്ട് തന്നെ ഒരു ഇതിലുള്ള 10 ടോപ്പ് ക്വസ്റ്റ്യൻസ് 2 തവണയെങ്കിലും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ലിങ്ക് ബ്ലോക്ക്, ഓക്കെ, ഡിഫറെന്റ് ബ്ലോക്സ് നമ്മൾ പരിചയപ്പെട്ടു. അതൊക്കെ കണക്റ്റഡ് ആണ്, എല്ലാ ബ്ലോക്സും കണക്റ്റഡ് ആണ്. സോ ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതിനെയൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കുക. മസ്കുലിനിറ്റി, വയലൻസ്, പാട്രിയാർക്കി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് മൂന്നും ലിങ്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യന്റെ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ജെൻഡർ ബേസ്ഡ് വയലൻസ് ഒരു 50.9%, ഓക്കെ, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റേജ് ഉള്ളത് സെക്സ് വേഴ്സസ് ജെൻഡർ 13% ആണ്. നെക്സ്റ്റ് മസ്കുലിനിറ്റീസ് 11.6%. നെക്സ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് ആൻഡ് ലാംഗ്വേജ് ജെൻഡർ ഇതൊരു 10.1% ആണ് വെയിറ്റേജ്. നെക്സ്റ്റ് മാരേജ് ഫോംസ്, വുമൻ ആൻഡ് മീഡിയ, ഓക്കെ, ഇതൊരു 8.7% വെയിറ്റേജ് ഉണ്ട്. നെക്സ്റ്റ് 7.2 വെയിറ്റേജ് ഉള്ള ഡബിൾ ബേർഡൺ, ഗ്ലോബലൈസേഷൻ ആൻഡ് വർക്ക്, ജെൻഡർ സോഷ്യലൈസേഷൻ. ഓക്കെ, ഈ ഒരു 3 കോർ തീമിനും 7.2% ഷെയർ ഉണ്ട്, വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ഡിഫറെന്റ് കോർ തീംസ് നമ്മൾ പഠിച്ചു, അതിന്റെ വെയിറ്റേജും പഠിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു ഷെയർ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ പോയിന്റ്സിലും അല്ലെങ്കിൽ ഓരോ തീമിലും നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി ടാബിൾ ഒന്ന് നോക്കാം. ബ്ലോക്ക് 5 യൂണിറ്റ് 11 ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ് മെയിൻ ടോപ്പിക്. 110% പ്രോബബിൾ ആണ്, ഹൈ ഫ്രീക്വൻസി കാറ്റഗറിയിൽ പെടുന്നതാണത്. ഓക്കെ, ബ്ലോക്ക് 5 സോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെക്സ് വേഴ്സസ് ജെൻഡർ 90% പ്രോബബിൾ ആണ്, ഹൈ കാറ്റഗറി തന്നെയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 മാസ്കുലിനിറ്റീസ് 80% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ ഫ്രീക്വൻസി കാറ്റഗറിയിലാണ് ഉള്ളത്. ബ്ലോക്ക് 5 യൂണിറ്റ് 12 സെക്ഷൽ ഹരാസ്മെന്റ് 70% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ ഫ്രീക്വൻസി കാറ്റഗറി തന്നെയാണ്. ബ്ലോക്ക് 6 യൂണിറ്റ് 13 ലാംഗ്വേജ് ആൻഡ് ജെൻഡർ 70% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഫോംസ് ഓഫ് മാരേജ് 60% പ്രോബബിലിറ്റി ഉണ്ട്, മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 6 യൂണിറ്റ് 14 വിമൻ ആൻഡ് മീഡിയ 60% പ്രോബബിലിറ്റി ഉണ്ട്, മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡബിൾ ബേർഡൺ 50% പ്രോബബിലിറ്റി ഉണ്ട്, മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഗ്ലോബലൈസേഷൻ ആൻഡ് വർക്ക് 50% മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ജെൻഡർ സോഷ്യലൈസേഷൻ 50% പ്രോബബിലിറ്റി ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. സോ ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോൾ 70%-ന് ഈക്വൽ ആണ്. ഓക്കെ, മീഡിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ 40 to 69%-ന് ഈക്വൽ ആണ്. ലോ എന്ന് പറയുമ്പോൾ ഒരു 40%. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫുഡ് നോട്ട്സ്. ഓക്കെ, ഫസ്റ്റ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്? അപ്പീസൻ ലൈക്ക് 2021 തൊട്ട് ഒത്തിരി തവണ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്, 5. ഓക്കെ, 5 ഓഫ് ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. സെക്സ് വേഴ്സസ് ജെൻഡർ ഒരു കോർ കൺസെപ്റ്റ് തന്നെയാണ്. 9 out of 10 പേപ്പേഴ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. മെസ്കുലിനിറ്റീസ്, ഓക്കെ, ഫീച്ചേർഡ് ഇൻ 4 consecutive ജൂൺസ് ആൻഡ് 3 ഡിസംബർ എക്സാംസ്. നെക്സ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ്, ഇത് എന്താണ് റൈസിംഗ് ഇൻക്ലൂഷൻ ട്രെൻഡ് സിൻസ് 2022 പേപ്പേഴ്സ്. ഓക്കെ, 2022 പേപ്പേഴ്സ് തൊട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും. ലാംഗ്വേജ് ആൻഡ് ജെൻഡർ, ഇത് എന്താ പറയാ, എല്ലാ ബ്ലോക്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു കോർ തീമാണ്. മാരേജ് ഫോംസ് റെഗുലർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ ബി മിഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാധാരണഗതിയിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. വിമൻ ആൻഡ് മീഡിയ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട്.
ബ്ലോക്ക് 6 എംഫസൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഡബിൾ ബർഡന് ലേബർ ഇഷ്യൂസും ഒക്കെയാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് സൈക്കിൾസിൽ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ 2025 ഡിസംബർ എക്സാമിലും എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു തീമിൽ നിന്ന്. ഗ്ലോബലൈസേഷൻ ആൻഡ് വർക്ക്. ഓക്കെ, 2022 തൊട്ട് 2024 പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രസൻസ് ഇൻക്രീസ് ചെയ്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജെൻഡർ സോഷ്യലൈസേഷന് ഓക്കെ, കോൺസെപ്റ്റലൈസ് ചോദിച്ചിട്ടുണ്ട് റെക്കറന്റ് ആയിട്ട്. നെക്സ്റ്റ് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ്. ഹൈ പ്രയോറിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു 70% ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ്, ഏതൊക്കെ കോർ തീംസ് ആണ് ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത്. ഫസ്റ്റ് പോയിന്റ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. നെക്സ്റ്റ് സെക്സ് വേഴ്സസ് ജെൻഡർ, മെസ്കുലിനിറ്റീസ്, സെക്ഷൽ ഹരാസ്മെന്റ്, ലാംഗ്വേജ് ആൻഡ് ജെൻഡർ. സോ ദീസ് ആർ ദ മെയിൻ ഫോർ തീംസ് നമ്മൾ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, ലേണർ എങ്ങനെ ഈ ഒരു പേപ്പറിന് അപ്രോച്ച് ചെയ്യണം. സോ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻസ് 2 തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ മൈക്രോ നോട്ട്സും അത് ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഡയഗ്രാംസ് ഒക്കെ നമ്മൾ വരച്ച് പഠിക്കണം. ഓക്കെ, പിന്നെ ടീച്ച് ബാക്ക് മെത്തേഡ് ആണ്. ഒന്നെങ്കിൽ ഒരു ഫ്രണ്ടിനോട് നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ മിറർ നോക്കിയിട്ട് ഈ ഒരു പോയിന്റ്സും കോർ തീംസ് ഒക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കണം. ഓക്കെ, ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി ആയിരിക്കും അത്. ഇനി മീഡിയം പ്രയോറിറ്റി. ഓക്കെ, 40 to 69% ആണ്. ഏതൊക്കെയാണ് കോർ പോയിന്റ്സ്? മാരേജ് ഫോംസ്, വിമൻ ആൻഡ് മീഡിയ, ഡബിൾ ബർഡൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് വർക്ക്, ജെൻഡർ സോഷ്യലൈസേഷൻ. ഓക്കെ, ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കിയിട്ടും അതുപോലെ ഓരോ ടോപ്പിക്കിന്റെയും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ പ്രാക്ടീസ് 1 ടൈംഡ് ആൻസേഴ്സ് പെർ ടോപ്പിക്സ്. പിന്നെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ഉണ്ടല്ലോ അതിനെ ഡിഫറെന്റ് ആയിട്ടുള്ള എസ്സേസ് ലൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുക, ലിങ്ക് ചെയ്തിട്ട് പഠിക്കുക. ലോ പ്രയോറിറ്റി 40% വെയിറ്റേജ് ഉള്ളതാണ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു സ്കിം ആയിട്ട് നമ്മളൊന്ന് ക്വിക്ക് ആയിട്ടൊന്ന് ലൈക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ ഡെഫിനിഷൻസ് ഫോക്കസ് ചെയ്യുക. പിന്നെ ഓരോ കോർ തീംസിന്റെ ഡെഫിനിഷൻ അലോങ് വിത്ത് ദ ഡെഫിനിഷൻ നമ്മൾ എക്സാമ്പിളും കൂടെ ആഡ് ഓൺ ചെയ്യും. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. ഓക്കെ, ഇനി നമ്മുടെ മോസ്റ്റ് അട്രാക്റ്റീവ് ഫീച്ചർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് പ്രാക്ടീസ് എന്താണ്, പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, നമ്മുടെ ഒറിജിനൽ ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ മിറർ ചെയ്തിട്ട് നമ്മൾ ലേൺ വൈസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ പേപ്പർ കോഡും അതുപോലെ തന്നെ പേപ്പറിന്റെ പേരും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ടൈം കൊടുത്തിട്ടുണ്ട്, 3 hours ഉള്ളിലാണ് ഈ ഒരു പേപ്പർ നമ്മൾ എഴുതി തീർക്കേണ്ടത്. മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, സോ നോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. അറ്റംപ്റ്റ് എനി 5 questions, ഏതെങ്കിലും 5 എണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഒരു 8 to 10 questions നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 5 questions മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. സോ നമുക്കറിയുന്ന നമ്മൾക്ക് ആൻസേഴ്സ് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന 5 questions ചൂസ് ചെയ്യുക. ഓക്കെ, ഓൾ questions ക്യാരി ഈക്വൽ മാർക്സ്. വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ 500 to 600 ആണ്. സോ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ മസ്കുലിനിറ്റി? Okay, examine how different forms of masculinities are shaped by patriarchy. How do these forms of masculinity contribute to violence against women? Okay, illustrate with a suitable example. So, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് സബ് ടോപ്പിക്സുകൾ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കോർ റിലവന്റ് ആയിട്ട് റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള തീമിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഹൈലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫോർ ദിസ് ഡിസംബർ TEE. 20 മാർക്കാണ്. സോ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ എക്സാമ്പിൾസും കൂടെ ആഡ് ഓൺ ചെയ്യണം. അപ്പൊ മാത്രമാണ് നമ്മുടെ ആ ഒരു ലോങ് എസ്സേ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവുന്നതും നമുക്ക് കുറച്ചും കൂടെ സ്കോർ ചെയ്യാനും പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെൻഡർ ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് റാദർ ദാൻ സിംപ്ലി ബയോളജിക്കലി ഗിവൺ. Discuss the statement by explaining the distinction between sex and gender, the process of gender socialization and the public-private divide. Support your answer with examples from everyday life. ഇതിന് 20 മാർക്സ് ആണ്. ഓക്കെ, ഒരു ലോങ് ടൈപ്പ് എസ്സേ ആണ്. നെക്സ്റ്റ്, critically analyze the institution of family from feminist perspective. In your answer, discuss feminist studies on family and marriage and show how domestic violence challenged the idea of the family as a safe and harmonious space. ഒരു ലോങ് എസ്സേ തന്നെയാണ്, 20 മാർക്സ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, examine the gendered nature of work in contemporary India. Discuss traditional and contemporary discourses on work, gender gaps in labor force participation, and the double burden experienced by women.
ഓക്കെ, ഡബിൾ ബർഡൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈലി റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കോർ തീമാണ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ വിത്ത് റെലവന്റ് എക്സാമ്പിൾസ്. ഓക്കെ, 20 മാർക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? എക്സ്പ്ലെയിൻ ദ മേജർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് ഇവാലുവേറ്റ് ഹൗ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പോളിസീസ് അഡ്രസ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ഇൻ ഇന്ത്യ. ഓക്കെ, ലോങ് എസ്സേ ടൈപ്പ് തന്നെയാണ്, 20 മാർക്സ് ആണ് ചോദിക്കുന്നത്. Next, sixth question. Define gender-based violence. Discuss in detail the major forms of gender-based violence in India, such as domestic violence, dowry-related deaths, trafficking, acid attack, and honor crimes, and analyze the legal policy response to these forms of violence. സോ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കോർ തീംസ് ഏതൊക്കെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഇൻ ഡീറ്റെയിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. ഓക്കെ, 20 തന്നെയാണ് സ്കോർ. നെക്സ്റ്റ്, സെവൻത് ക്വസ്റ്റ്യൻ, ഹൗ ആർ ജെൻഡർ റിലേഷൻസ് റിഫ്ലക്റ്റഡ് ആൻഡ് റീപ്രൊഡ്യൂസ്ഡ് ത്രൂ ലാംഗ്വേജ് ആൻഡ് മീഡിയ? ഡിസ്കസ് ജെൻഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് യൂസ് ആൻഡ് ക്രിട്ടിക്കലി എക്സാമിൻ ദ പോർട്രയൽ ഓഫ് വിമൻ ആൻഡ് മെൻ ഇൻ പ്രിന്റ്, ഇലക്ട്രോണിക് ആൻഡ് ന്യൂ മീഡിയ. പ്രൊവൈഡ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. സോ എക്സാമ്പിൾസ് എന്തായാലും നിങ്ങൾ എഴുതണം. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ 5 മാർക്കാണ്. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 20 ആണ്. A, rural and migrant mothers. B, feminization of employment and labor force. C, gender and disability. D, objectification of women in advertisement. And E, acid attack is a form of gender-based violence. So, നമ്മൾ ഒരു ഷോർട്ട് നോട്ട്സും ലോങ് എസ്സേയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സം കോർ പോയിന്റ്സ് റിപ്പീറ്റ് ആയിട്ട് ഷോർട്ട് നോട്ടിലും ആസ് വെൽ ലോങ്ങിലും ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈലി ഫ്രീക്വന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. സോ നിങ്ങൾ ഈ ഒരു പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നതോടൊപ്പം തന്നെ ആ കോർ തീംസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഇഗ്നോ ഫോക്കസ് 5.0യുടെ ജെൻഡർ സെൻസിറ്റൈസേഷന്റെ പ്രിവൈസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ആൻസർ എഴുതാം. അതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആവുക. നല്ല സ്കോർസ് ആണ് എല്ലാവർക്കും നമുക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.